Hello. എക്സ്ട്രാ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ സാരീസ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 3 to 4 months ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4 മാസത്തിനുള്ളിൽ നമ്മൾ 30-35 സാരിയോളം ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കളക്ഷനിൽ ത്രൂ വിറ്റിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമുക്ക് ഈ ഒരു സാരീസ് അയച്ചു തരുന്ന ആൾക്കാർക്ക് ഒത്തിരി അവർ നമ്മളെ വിളിച്ച് അവർ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അവർക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഈ ഒരു താങ്ക്സിനും ഈ ഒരു അവരുടെ ഒരു സന്തോഷത്തിനുള്ള ഏറ്റവും വലിയ അവകാശികൾ നമ്മുടെ വ്യൂവേഴ്സും നമ്മുടെ കസ്റ്റമേഴ്സും ഒക്കെ തന്നെയാണ്. നമ്മളെ പോലെ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ വർക്ക് നമ്മുടെ ഒരു ചാനൽ ത്രൂ ഡിസ്പ്ലേ ചെയ്യാൻ സാധിച്ചതിലും അതുപോലെ അവർക്ക് ആ ഒരു വർക്കുകളൊക്കെ ആൾക്കാരിലേക്ക് സെല് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചതിൽ നമുക്കും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ ഭയങ്കരമായ വിജയകരമാക്കി തന്നത് നമ്മുടെ വ്യൂവേഴ്സ് തന്നെയാണ്. അപ്പം നമുക്ക് ഇന്ന് പുതിയ കുറച്ച് കളക്ഷൻസ് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു വൈറ്റ് കളറിലെ സിൽക്കി കോട്ട സാരിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷാഡോ വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ പല്ലുവിൻ്റെ എൻ പോർഷൻ ആണ്. അവിടെ ഒരു 3 ഫ്ലവേഴ്സും കുറച്ച് ലീവ്സും ഒക്കെ വരുന്ന ഒരു പാറ്റേണിൽ ലാവൻഡർ ഗ്രീൻ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്. വൈറ്റിൽ ലാവൻഡർ ഗ്രീൻ കോമ്പിനേഷൻ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് തന്നെ കാണാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. നമ്മളിതിനകത്ത് പല്ലുവിൻ്റെ സെൻട്രൽ പോർഷനിൽ ഒരു സിംഗിൾ ഫ്ലവറും അതുപോലെ പല്ലുവിൻ്റെ മറ്റേറ്റത്ത് വരുമ്പോഴും ഒരു സിംഗിൾ ഫ്ലവർ കൊടുക്കുന്നത് പോലെ പല്ലുവിൻ്റെ എൻഡിൽ 3 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 ചെറിയ ഡിസൈൻസും ഒരു വലിയ ഡിസൈനും വരുന്നത് പോലെയാണ് പല്ലുവിൻ്റെ എൻ പോർഷനിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് സാരീസ് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്ന ഒരു പാറ്റേൺ ആണ് എപ്പോഴും. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ഈ ഒരു റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ നമ്മൾ പല്ലുവിൻ്റെ സെൻട്രൽ പോർഷനിലും മറ്റേ അകത്തുള്ളിലുള്ള എൻഡിലും കാണിച്ചതുപോലെ 2 ഡിസൈൻ 2 സിംഗിൾ ഫ്ലവർ പാറ്റേൺ വരുന്നത് പോലത്തെ 2 ഡിസൈൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഷാഡോ വർക്ക് അറിയാമല്ലോ, എപ്പോഴും ഒരു സിമ്പിൾ ലുക്ക് കൊടുക്കുകയും അതുപോലെ ആ ഒരു ഷാഡോ വർക്ക് എപ്പോഴും ഒരു എലഗന്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഷാഡോ വർക്ക് സാരീസ് മാത്രം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും ഇപ്പം നമുക്ക് ഷാഡോ വർക്കിന്റെ വേറെ കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഒത്തിരി ഷാഡോ വർക്ക് ലവേഴ്സ് ഉണ്ട്. നമുക്ക് ഷാഡോ വർക്ക് കളക്ഷൻ നല്ലൊരു എപ്പോഴും ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. പിന്നെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പം ഈ ഒരു ഫ്ലവർ പാറ്റേൺ കുറച്ച് ലെങ്തിൽ കുറച്ച് ഫ്ലവേഴ്സ് റാൻഡമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതൊരു 6 ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു ലൈനായിട്ട് ചെസ്റ്റ് പോർഷന്റെ ഫ്രണ്ട് കവർ ചെയ്യുന്നത് പോലെ ഈ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഫ്ലവേഴ്സിൻ്റെയും സെൻട്രൽ പോർഷനിൽ യെല്ലോ ഷെയ്ഡിൽ ഒരു ഹൈലൈറ്റും ഈ എല്ലാ ഫ്ലവേഴ്സിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലവേഴ്സിന് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്കൊക്കെ കൊടുക്കാനായിട്ട് ആ ഒരു യെല്ലോ ഹൈലൈറ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു 6 ഫ്ലവേഴ്സ് സെൻട്രൽ പോർഷനിൽ കൊടുത്തതിന് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തതിന് ശേഷം ബോട്ടം പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻസ് വരുന്നത്. ബോട്ടം പോർഷനിൽ ഫസ്റ്റ് റൈറ്റ് ലെഗ് പോർഷനിൽ ഇങ്ങനെ 2 ഫ്ലവർ വരുന്ന പോലെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സാരിയിൽ ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും സിൽക്കി കോട്ടയുടെ ഒരു ട്രാൻസ്പെറൻസി. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് സിൽക്കി കോട്ട വാങ്ങിച്ചതിന് ശേഷം സിൽക്കി കോട്ട കൂടുതൽ ട്രാൻസ്പാരൻ്റ് ആണ്, ഒത്തിരി വല പോലെ ഇരിക്കുന്ന സാരി ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഫ്ലീറ്റഡ് ആകുമ്പോൾ ഒരിക്കലും ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന മെറ്റീരിയൽ, നമുക്ക് ഒത്തിരി മൂവിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് സിൽക്കി കോട്ട. പ്ലെയിൻ സാരീസ് ആണെങ്കിലും വർക്ക് ചെയ്ത് മിഷൻ എംബ്രോയിഡറി ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടാണെങ്കിലും ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന ഒരു മെറ്റീരിയലാണ്. നമുക്കിത് എത്ര വാഷ് ചെയ്ത് യൂസ് ചെയ്താലും ഇതിൻ്റെ പുതുമ നഷ്ടപ്പെടുകയില്ല. അതുപോലെ നമുക്ക് സ്റ്റാർച്ച് ചെയ്യുമോ ഒന്നും ചെയ്യാതെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിൽക്കി കോട്ട ഫാബ്രിക് നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ വാങ്ങിക്കുന്നത്. ശരിയാ, സിംഗിൾ ലെയറിൽ ഇത് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷേ ഫ്ലീറ്റഡ് ആയിട്ട് എടുക്കുന്നവർക്ക് അത് നമുക്ക് ഫ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ട്രാൻസ്പെറൻസി മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ ബോട്ടം പോർഷനിൽ ഇതുപോലെ 2 ചെറിയ ഫ്ലവേഴ്സ് ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരുന്നത് പോലെ 2 സിംഗിൾ ഫ്ലവേഴ്സും ഈ ഒരു സാരിയിൽ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2195 റുപ്പീസ് ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന സാരിയിൽ ഒരു മസ്റ്റാർഡ് യെല്ലോ കളറിലെ ഫ്ലവർ ഡിസൈൻ വന്നിരിക്കുന്നതാണ്. വളരെ ചെറിയ ഫ്ലവർ ഡിസൈൻ ആണ്, പക്ഷെ നല്ലൊരു 3D എഫക്റ്റ് ഒക്കെ വരുന്നത് പോലെ ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലവർ ആണ്. ഒരു 5 ചെറിയ ഫ്ലവേഴ്സ് വരുന്ന കുഞ്ഞു ഫ്ലവർ ബഞ്ചും അതുപോലെ ചെറിയൊരു ഗ്രീൻ എലമെന്റ് ഒക്കെ കൊടുത്ത് അതിനൊരു വൈറ്റിന്റെ ഒരു ലീഫ് പാറ്റേൺ, ഒരു ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രീം വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ഷെയ്ഡ് ക്രീം ഷെയ്ഡിൽ വരുന്ന ഒരു ലീഫ് പാറ്റേൺ ഒക്കെ ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഡിസൈനാണ്. കുഞ്ഞു ഡിസൈനാണ്, ഈ ഒരു വലുപ്പം വരുന്ന പോലെ ചെറിയ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ തന്നെ കുറച്ചുകൂടെ ചെറിയൊരു ഡിസൈൻ ഇതിന്റെ പല്ലുവിന്റെ സെൻട്രൽ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം ഡിസൈൻ തന്നെ കുറച്ച് ഭാഗം മാത്രമായിട്ട് അതിന്റെ സെൻട്രൽ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ ഒരു പല്ലുവിന്റെ ആ എൻഡിൽ കൊടുത്ത അതേ സൈസിലുള്ള ഡിസൈൻ ഇതിന്റെ പല്ലുവിന്റെ അപ്പുറത്തെ എൻഡിലും ഇതിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രീനിലും മസ്റ്റാർഡിലോ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള സാരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു പാറ്റേൺ സ്റ്റിച്ചും ആണ്. അതുപോലെ ഒരു കളർ കോമ്പിനേഷനും ആണ്. ഒത്തിരി ബ്രൈറ്റ് കളർ കോമ്പിനേഷൻ അല്ല, എന്നാൽ
നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. മസ്റ്റാർഡ് യെല്ലോ ഗ്രീൻ ഒക്കെ എപ്പോഴും നല്ല മൂവിങ് ആയിട്ടുള്ള നല്ലൊരു എവർ ടൈം ഒരു ഭംഗിയുള്ള ടൈപ്പ് കോമ്പിനേഷൻ കളേഴ്സ് ആണ്. നെക്സ്റ്റ് ഈ ഒരു സാരിയുടെ ചെസ്റ്റ് പോർഷനിലോട്ടാണ് വർക്ക് വന്നിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലേക്ക് വരുമ്പോഴത്തേനും ഈ ഒരു സെയിം പാറ്റേൺ ഉള്ള ഫ്ലവേഴ്സ് തന്നെയാണ് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ 3 ഫ്ലവർ ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. സെയിം നമ്മൾ പല്ലുവിൽ കണ്ട സെയിം സൈസിലുള്ള 3 ഫ്ലവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം അടുത്തടുത്ത് തന്നെ 3 ഫ്ലവേഴ്സും കൊടുത്തിരിക്കുന്നത്. ചെറിയ ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് 3 ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. നോർമലി നമ്മൾ ഒരു നോർമൽ ഡിസൈൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് 2 ഡിസൈൻസ് ഒരു സാരിയുടെ ചെസ്റ്റ് പോർഷനിൽ കൊടുക്കുന്നത്. അപ്പം ആ ഒരു ചെസ്റ്റ് പോർഷൻ അത്യാവശ്യം കവർ ചെയ്ത് വരാറുണ്ട്. അപ്പോൾ ഇത് ചെറിയ ഡിസൈൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് 3 ഡിസൈൻസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 ഡിസൈൻസ് വരുമ്പോഴത്തേനും ഈ ഒരു ചെസ്റ്റിന്റെ ഫ്രണ്ട് പോർഷൻ അത്യാവശ്യം നല്ലൊരു വർക്ക് കാണുന്ന പോലെ തന്നെ വർക്ക് വരും. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ട് കുറച്ചുകൂടെ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് കൂട്ടി ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ നോർമലി കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടി, അതായത് ബോർഡറിൽ നിന്നും കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട 5 ഫ്ലവേഴ്സിന് പകരം ഇതിനകത്ത് കുറച്ചും കൂടെ നമ്പർ ഓഫ് ഫ്ലവേഴ്സിന്റെ കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത്രയും ഡിസൈൻ ആണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 659 ആണ്. 1659 റുപ്പീസ് ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന വീണ്ടും ഒരു സിൽക്കി കോട്ട സാരിയാണ്. ബേബി പിങ്ക് ഷെയ്ഡിലുള്ള സിൽക്കി കോട്ട സാരിയിൽ ബ്ലൂവിന്റെ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഫ്ലവർ പാറ്റേൺ ആണ്. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. നല്ല കോൺട്രാസ്റ്റ് ചെയ്ത് എപ്പോഴും നമുക്ക് പിങ്ക് ബ്ലൂ കോമ്പിനേഷൻ നല്ല ഒരു മൂവിങ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. അതുപോലെ തന്നെ പണ്ട് തൊട്ടേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നോർമലി എല്ലാ ആൾക്കാർക്കും സ്യൂട്ട് ആവുന്ന പോലത്തെ ഒരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഒക്കെ ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനുമാണ്. ഇതിനകത്ത് സ്കൈ ബ്ലൂവിന്റെ തന്നെ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡാർക്ക് ഗ്രീനും ഈ ഒരു ബഡ്സ് എല്ലാം ബുള്ളറ്റ് നോട്ട്സ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് നല്ല അത്യാവശ്യം നല്ല ഒരു ലെങ്ത് തന്നെ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഇതിന്റെ പല്ലുവിന്റെ ഒരു എൻഡിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ പല്ലുവിന്റെ അപ്പുറത്തെ എൻഡിലും ഇതിലൊരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 3-4 ഫ്ലവേഴ്സും കുറച്ച് ബഡ്സും ലീവ്സും ഒക്കെ വരുന്ന പോലത്തെ ഒരു ചെറിയ ഡിസൈൻ പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിലും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു സാരിയുടെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും കുറച്ചൊരു ചെറിയ സൈസ്, നമ്മൾ ആ ഒരു പല്ലുവിന്റെ ഉള്ളിൽ കണ്ടതിനേക്കാളും കുറച്ചുകൂടി ഒരു സൈസിൽ ചെയ്തിരിക്കുന്ന പോലെ ഒരു ഡിസൈൻ ഇതിന്റെ ഈ ഒരു റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു സാരിയുടെ ഏറ്റവും വലിയ എലഗൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കളേഴ്സ് മിക്സ് ചെയ്ത് ചെയ്യും. അതായത് ഇപ്പോൾ ബ്ലൂ ആണെങ്കിലും 2 ഷെയ്ഡ്സ് ബ്ലൂ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഫ്ലവർ ഡിസൈൻ കാണാൻ കുറച്ചും കൂടെ ഒരു ഭംഗിയാണ്. ഒറ്റ സ്കൈ ബ്ലൂ ഷെയ്ഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും 2 ഷെയ്ഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടി ഒരു ഡെപ്തും അതുപോലെ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവും ആ സാരി കാണാനായിട്ട്. റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈനും കൂടെ വന്നിട്ട് നമ്മുടെ ഷോൾഡർ ആ ഒരു പല്ല് തുടങ്ങുന്ന ഭാഗത്ത് വരുന്നത് പോലെ ഒരു സ്റ്റേജ് ഒരു റണ്ണിങ് പോർഷനിൽ വരുന്ന ഒരു ഫ്ലവർ ഡിസൈൻ കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് പോർഷന് മുമ്പായിട്ട്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴും അത്യാവശ്യം നല്ലപോലെ തന്നെ വർക്ക് ഈ ഒരു സാരിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ ആ ഒരു പല്ലു പോർഷനിൽ കണ്ടതുപോലെ നിറച്ചും ഫ്ലവർ പാറ്റേൺ കൊടുത്തിരിക്കുന്ന പോലെയാണ് ഇതിനകത്ത് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു കളർ കോമ്പിനേഷൻ കൊണ്ട് തന്നെ നമ്മൾ ഫ്ലവേഴ്സിന്റെ എണ്ണം ഈവൻ കുറവാണെങ്കിൽ പോലും നമ്മൾക്ക് നല്ല ഹൈലൈറ്റ് എംബ്രോയിഡറിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഇത്രയും നിറച്ച് ഫ്ലവേഴ്സ് കൂടെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സാരി ഉടുത്ത് വരുമ്പോഴത്തേനും നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്ത സാരി ഉടുത്ത ആ ഒരു ഫീലൊക്കെ തന്നെ കിട്ടും. നമുക്ക് ഇതിനോട് ബേബി പിങ്ക് ബ്ലൗസ് വെച്ച് പെയർ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഈ ഒരു ഫ്ലവേഴ്സിനൊക്കെ കുറച്ചുകൂടി ഒരു ഹൈലൈറ്റ് കിട്ടുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ബോട്ടം പോർഷനിലോട്ടാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിൽ വരുമ്പോഴത്തേനും ഇതുപോലെ റൈറ്റ് ലെഗ് പോർഷനിൽ ഇതുപോലെ ഒരു വലിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്ലവേഴ്സ് വരുന്നത് പോലെ ഒരു പാറ്റേൺ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്ലീറ്റ്സിനുള്ളിലോട്ട് വരുന്നത് പോലെ 2 ഡിസൈൻസ് ബോട്ടം പോർഷനിൽ 3 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ്സിനുള്ളിലോട്ട് വരുന്നത് പോലെ. അങ്ങനെ ബോട്ടം പോർഷനിൽ ടോട്ടൽ 4 ഡിസൈൻസ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈനും അതുപോലെ പല്ലു പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ചെറിയ ഡിസൈൻസ് ഇതിന്റെ ബോട്ടം പോർഷനിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. നിറച്ച് ഉടുത്ത് വരുമ്പോൾ ഫുൾ ഡിസൈൻസ് വരുന്നത് പോലെയുള്ള സാരി തന്നെയാണ് ഈ ഒരു സാരി. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2175 റുപ്പീസ് ആണ്. സിൽക്കി കോട്ട ഫാബ്രിക്കിൽ വരുന്ന ഒരു ബേബി പിങ്ക് ടോണിൽ വരുന്ന സാരിയാണിത്.
നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബ്ലൂ കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് ഭയങ്കര ബ്രൈറ്റ് കളർ കോമ്പിനേഷൻ അല്ലാതെ കുറച്ചൊരു ഓഫ് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. പിങ്കിന്റെയും ഗ്രീനിന്റെയും കുറച്ചൊരു ഓഫ് ഷെയ്ഡ്, അതായത് കുറച്ചൊരു ഡിം ആയിട്ടുള്ള ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ കളർ ഏതാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഒരു ലൈറ്റ് ഗ്രീനും ഒരു ഓണിയൻ പിങ്ക് പോലത്തെ ഒരു കളറുമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഷാഡോ വർക്ക് ചെയ്യാനായിട്ട്. അതുപോലെ ഇതിന്റെ സെൻട്രൽ പോർഷനൊക്കെ ലോങ് ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബഡ്സ് ഒക്കെ ഫ്രഞ്ച് നോട്ട് വെച്ചും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കുറെ ഡിസൈൻ, ഒരു സ്റ്റിച്ചസ് ഒക്കെ വെച്ച് ചെയ്തിരിക്കുന്ന ഡിസൈൻ ആണ്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഫ്ലവർ ബഞ്ച് ഡിസൈൻ ആണ് ഇതിന്റെ പല്ലു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു കൈപ്പത്തിയുടെ സൈസിലൊക്കെ വരുന്നത് പോലെ കുറച്ച് ഫ്ലവേഴ്സും ബഡ്സും ലീവ്സും ഒക്കെ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നെക്സ്റ്റ് ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈൻ ഇതിന്റെ സെൻട്രൽ പോർഷൻ, പല്ലുവിന്റെ സെൻട്രൽ പോർഷനിൽ ചെയ്തിട്ടുണ്ട്. കുഞ്ഞൊരു ഫ്ലവർ ഡിസൈൻ ആണ് ഇതിന്റെ സെൻട്രൽ പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ രണ്ട് ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ ഒരു ഡിസൈൻ ഇതിന്റെ പല്ലുവിന്റെ ഉള്ളിലെ വശത്തും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഈ നമ്മൾ ഇതിന്റെ പല്ലുവിന്റെ സെൻട്രൽ പോർഷനിൽ കണ്ടതുപോലത്തെ ചെറിയ ഫ്ലവർ ഡിസൈൻസ്, സിംഗിൾ ഫ്ലവേഴ്സ് വരുന്ന ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തത്. ചെസ്റ്റ് പോർഷനിൽ അതുപോലെ സിംഗിൾ ഫ്ലവേഴ്സ് വരുന്ന 4 ഫ്ലവർ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കളർ കോമ്പിനേഷൻ കുറച്ച് ഡിം ആയതുകൊണ്ട് തന്നെ ഭയങ്കര എറിച്ച് നിൽക്കുന്ന ഒരു സാരി അല്ല. എന്നാലും സിമ്പിൾ ആയിട്ടുള്ള സാരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നല്ല സാരിയാണ്. ലൈറ്റ് ഷെയ്ഡ്സ് ആണ് വർക്ക് ചെയ്തിരിക്കുന്നതെങ്കിലും ഫ്ലവേഴ്സ് ഒക്കെ നന്നായിട്ട് തന്നെ നമുക്ക് ഹൈലൈറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. ഭയങ്കര കോൺട്രാസ്റ്റ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള സാരീസ് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും കൂടുതൽ ഈ ഒരു സാരി ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഡെയിലി വെയറിനൊക്കെ ഈ ഒരു കളർ ഷെയ്ഡ് നല്ലൊരു ഷെയ്ഡുമാണ്. അതുപോലെ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും 3 ഫ്ലവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റാൻഡം ആയിട്ട് സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെയാണ് ഇതിന്റെ ഒരു 3 ഫ്ലവേഴ്സ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു സാരിയിൽ വരുന്ന ഡിസൈൻസ്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1675 ആണ്, 1675. പിന്നെ ഈ സാരിയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്ലവർ ഡിസൈൻസേ ഉള്ളെങ്കിൽ പോലും ഈ ഒരു സാരിക്ക് ഈ ഒരു റേറ്റ് വരാനായിട്ട് കാരണം ഇത് ഷാഡോ വർക്ക് ആയതുകൊണ്ടാണ്. ഷാഡോ വർക്ക് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു വർക്ക് ആയതുകൊണ്ട് തന്നെയാണ് ഇതിൽ റേറ്റ് ഇങ്ങനെ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഇതിനകത്ത് പിങ്കും ഒലീവ് ഗ്രീനും കൂടെ വരുന്ന ഒരു കളർ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു ഫ്ലവർ ബഞ്ച് ഡിസൈൻ ആണ്. ഒരു 3 ബ്രാഞ്ചസ് വന്നിരിക്കുന്ന പോലെയാണ് ഈ ഒരു ഫ്ലവർ ഡിസൈൻ. ഇതിന്റെ പല്ലുവിന്റെ എൻഡിൽ വന്നിരിക്കുന്ന ഡിസൈൻ ആണ്. ആ ഒരു കളർ കോമ്പിനേഷൻ നല്ലതായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് കാണുന്ന പോലത്തെ ഒരു കളർ കോമ്പിനേഷൻ ആണ്. അതായത് ബ്ലാക്കിൽ പിങ്ക് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഗ്രീൻ ആണെങ്കിലും ബ്ലാക്കിൽ നന്നായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹെയറിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവറും ലീഫും എല്ലാം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫ്ലവറിന് ഹൈലൈറ്റ് കൊടുക്കാനായിട്ട് യെല്ലോ കളറിലെ ലോങ് ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് ഒരു ഹൈലൈറ്റും ഈ ഒരു ഫ്ലവേഴ്സിനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പല്ലുവിന്റെ ഉൾവശത്ത് വരുന്ന എൻഡിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ബ്രാഞ്ച് വരുന്നത് പോലെ 2 ലീവ്സും ഒക്കെ വരുന്ന പോലത്തെ ഒരു പാറ്റേണിലാണ് ഇതിന്റെ പല്ലുവിന്റെ ഉൾവശത്ത് കൊടുത്തിരിക്കുന്ന ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ റണ്ണിങ് പോർഷനിൽ 2 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പല്ലുവിൽ കണ്ടതുപോലെ ഉള്ള ഡിസൈൻ തന്നെ 3 ബ്രാഞ്ചസ് നമ്മൾ പല്ലുവിൽ കണ്ടതിന്റെ 2 ബ്രാഞ്ചസ് വരുന്നത് പോലത്തെ ഒരു ഡിസൈൻ ആണ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാരിയുടെ ഒരു ബാഗ് നമ്മൾ ഈ 3 ഡിസൈൻസ് ഇതിന്റെ പല്ലു പോർഷനിൽ ഇങ്ങനെ ലൈനായിട്ട് തന്നെ ആ ഒരു പല്ലുവിലുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടൊരു പല്ലു തന്നെ ഈ ഒരു സാരിക്കുണ്ട്. ഇത്രയും കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഒരു കളറിൽ ഇത്രയും 3 ഡിസൈൻസ് ഈ ഒരു പല്ലുവിന്റെ എൻഡിൽ വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ സാരി ഉടുത്ത് വരുമ്പോഴത്തേനും കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ തന്നെ 3 ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. 2 വലിയ ഡിസൈനും ഒരു ചെറിയ ഡിസൈനുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2 ബ്രാഞ്ചസ് വരുന്ന പോലത്തെ 2 ഡിസൈനും ഒരു സിംഗിൾ ബ്രാഞ്ച് വരുന്ന പോലത്തെ ഒരു ഡിസൈനുമായിട്ടാണ് ഇതിന്റെ ഒരു ചെസ്റ്റ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടാണ് 2 ഡിസൈൻസും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെസ്റ്റ് പോർഷൻ അത്യാവശ്യം കവർ ചെയ്ത് തന്നെ ഡിസൈൻസ് വരുന്നതായിരിക്കും. എല്ലാം ആ ഒരു സെയിം സൈസിലുള്ള ഡിസൈൻസ് തന്നെ ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 2 ബ്രാഞ്ചസ് വരുന്ന ഡിസൈൻസ്, അതുപോലെ ഈ ഒരു സിംഗിൾ ബ്രാഞ്ച് വരുന്നത് പോലത്തെ ഡിസൈൻസും കുറച്ച് കുഞ്ഞു ഡിസൈൻസുമാണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നിറച്ച് ഡിസൈൻ ഉള്ളൊരു സാരി തന്നെയാണിത്. ഈ സാരിയുടെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതിന്റെ ഈ ഒരു റൈറ്റ് ലെഗ് പോർഷനിലാണ്. ബോട്ടം പോർഷനിൽ 3 ഒരു വലിയ ഡിസൈനും 2 കുഞ്ഞു ഡിസൈൻസും ആയിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് റൈറ്റ് ലെഗ് പോർഷനിൽ നമ്മൾ നേരത്തെ ചെസ്റ്റ് പോർഷനിലൊക്കെ കണ്ടതുപോലെ 2 ബ്രാഞ്ചസ് വരുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. നെക്സ്റ്റ് ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരുമ്പോഴത്തേനും
കുഞ്ഞ് 2 ഡിസൈൻസും വരുന്നുണ്ട്. സിംഗിൾ ഫ്ലവറും 2 ബഡ്സും അതുപോലെ 2 കുഞ്ഞ് ലീവ്സും ഒക്കെ വരുന്നത് പോലത്തെ ചെറിയ 2 ഡിസൈൻസും ഈ ഒരു സാരിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1975 ആണ്. 1975 റുപ്പീസാണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ കാണിച്ച സാരീസ് ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ മതി. ഓൾറെഡി നമ്മൾ പ്രൈസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറേ ആൾക്കാരൊക്കെ വീഡിയോസ് സ്കിപ്പ് ചെയ്തൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അതിന്റെ പ്രൈസിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ ഇൻഫോം ചെയ്യുവാണെങ്കിൽ നമ്മൾ അതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ ഇതുപോലത്തെ പുതിയ കുറേ കളക്ഷൻസ് കളക്ഷൻസ് ആണെങ്കിലും അതുപോലെ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി കളക്ഷൻസും നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.